Hello my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കൊണ്ടൊരു വിഭവമാണ്. ഞാൻ മുമ്പ് ഒരിക്കൽ തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് ഇതുപോലൊരു ഡിഷ് ട്രൈ ചെയ്തത്. എനിക്കത് കഴിച്ചപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ കുറച്ച് ചേരുവ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് തമിഴ്നാട്ടിലെ വില്ലേജിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ഇത് പള്ളിപ്പാളയം ചിക്കൻ പോലെ ഇരിക്കും. എന്നാൽ പള്ളിപ്പാളയം ചിക്കൻ പോലെ അധികം നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ പേരാണ് ഉപ്പ് കറി. അപ്പോൾ നമുക്ക് വേഗം സമയം കളയാതെ വിഭവത്തിലോട്ട് കിടക്കാം. നമുക്കിനി ഉപ്പ് കറി ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പെരിഞ്ജീരകമാണ് ഈ ഒരു ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവറിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും അത് മിസ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്കൊരു 5 അല്ലി വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കരിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു 4-5 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഒരു 10 മുതൽ 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് നമുക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വഴന്ന് പച്ചമണന്ന് മാറി വന്നോട്ടെ. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ഇട്ടേക്കുന്ന ചേരുവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ചെറിയുള്ളിയൊക്കെ ഒരു പിങ്ക് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി ഇതിൻ്റെ പാകം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ മെയിൻ താരമാണ് ചിക്കൻ ഞാൻ ഇതുപോലെ ചെറിയ പീസൊക്കെ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ബോൺലെസ് എടുക്കാം, അല്ലെങ്കിൽ വിത്ത് ബോൺ അതും എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് ചിക്കൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതും കൂടി നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ചേരുവയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനും കൂടി ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി അടുത്തായിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു കറി തയ്യാറാക്കുമ്പോൾ ആദ്യമേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും അല്ലേ? പക്ഷേ ഈ ഒരു കറിക്ക് ഇതാണ് പ്രത്യേകത. ഈ സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ ചേർക്കുമ്പോൾ അതിൻ്റെതായ രുചിക്കും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ചിക്കനൊക്കെ വെള്ളം ഒന്ന് ഊർന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 മാത്രമേ ഉള്ളൂ ഇതിനുള്ള മസാല. ഇപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മസാലപ്പൊടികളും കൂടി ഈ ചിക്കനിലേക്ക് ഒന്ന് പിടിച്ചോട്ടെ. നമ്മൾ ഈ വിഭവം തയ്യാറാക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലെ ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിക്കൻ തന്നെ വെള്ളം ഊർന്നു വന്നോളും, അത് തന്നെ മതിയാവും. ഇനി ഞാൻ ഈ ചിക്കൻ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന സമയം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നോക്കുക കുക്കായിട്ടുണ്ടോ ഇല്ലയോ നോക്കുക. അപ്പോൾ ശരി, ഞാൻ എന്തായാലും ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെച്ചോട്ടെ. ഇതൊന്ന് വെന്ത് വന്നോളും. ഇപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി, കണ്ടോ, എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ചിക്കൻ ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ട് ഒന്ന് ചിക്കൻ മൊരിച്ച് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ചിക്കൻ കുറച്ചും കൂടി ഒന്ന് മൊരിച്ച് തയ്യാറാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ഡിസ്പ്ലേയിൽ കാണിക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഉപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ ചെയ്യുന്നൊരു ഡിഷാണ്. എന്നാൽ വളരെ കുറച്ച് ചേരുവയോടെ വളരെ കുറച്ച് സമയത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. എന്നും നമ്മൾ ഒരേപോലത്തെ മസാല പൊടിയിട്ട് ഒരേപോലെ ചിക്കൻ കറി വെച്ചാൽ ആർക്കായാലും മടുത്തും. ആ ഒരു സന്ദർഭത്തിൽ ഇതുപോലെയുള്ള ഉപ്പ് കറി ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്ത ഒരു വെറൈറ്റി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.